തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ മേഖലയ്ക്ക് വികസനത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. നഗരത്തിനൊപ്പം ഗ്രാമീണ മേഖലകളുടെ വികസനം കൂടി സാധ്യമായാൽ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ തുടർച്ചയായി 3 തവണ MP-യായ ശശി തരൂർ ഈ മണ്ഡലത്തിൽ എന്ത് വികസനം നടപ്പാക്കി എന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രസക്തമായ ചോദ്യം. കേവലം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വോട്ട് തേടിയിറങ്ങണ്ടെന്ന പൊതു അഭിപ്രായം UDF-നും LDF-നും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ. പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ വികസന കാഴ്ചപ്പാട് ഈ സാഹചര്യത്തിലാണ് ചർച്ചയാകുന്നത്. വികസനമെന്നത് കേവലം നഗര കേന്ദ്രീകൃതമാകാതെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി വ്യാപൃതമായാൽ അതിന്റെ പ്രതിഫലനം പ്രതീക്ഷകൾക്കപ്പുറമാകുമെന്നാണ് വിലയിരുത്തൽ. നെയ്യാറ്റിൻകരയുടെ വികസനം തൊട്ടടുത്ത പാറശാല, കോവളം മണ്ഡലങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യും. അതിനാലാണ് ശശി തരൂർ വാഗ്ദാനം നൽകി ഇതുവരെ പാലിക്കപ്പെടാതെ പോയ എയിംസ് നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകിയത്. ഞാൻ ഇന്ന് വിത്ത് ഗ്രേറ്റ് അതോറിറ്റി ഇത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പോകുന്നില്ല, ഇലക്ഷൻ ടൈമാണ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ എയിംസ് നമ്മുടെ കേരളയിലെ എയിംസ് പറയണോ, എന്ത് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് എയിംസ് പറയണോ, അത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവരും. കൂടാതെ IT രംഗത്തെ വികസനം ഉൾപ്പെടെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടുതൽ വികസനം എത്തിക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കാഴ്ചപ്പാട്. അദ്ദേഹത്തിന്റെ ഈ ആശയത്തിന് വലിയ സ്വീകാര്യത പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിലെ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നതാണ് വസ്തുത. ജനം, തിരുവനന്തപുരം.